ഇപ്പോൾ ഡൽഹിയിലേക്കാണ് വിനീത വിജയൻ തത്സമയം ചേരുന്നു. കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ അവസാനിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ദിരാഭവനിലായിരുന്നു യോഗം ചേർന്നത്. ഡൽഹിയിൽ നിന്ന് വിനീത വിജയൻ അപ്ഡേഷനുമായി ചേർന്നു. വിനീത, പറയൂ, എന്തൊക്കെയാണ് ചില കാര്യങ്ങളിലൊക്കെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ തീരുമാനമായി എന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും പട്ടിക ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദിരാഭവനിലാണ്. ഇന്ദിരാഭവന് പുറത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ട്. അകത്ത് ചൂടുപിടിച്ചുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ ഏറെക്കുറെ അന്തിമമായിരിക്കുന്നു. ഇപ്പോൾ യോഗം അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ട പട്ടികയായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതേസമയം മുഴുവൻ സ്ഥാനാർത്ഥികളെയും രണ്ടാം ഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചേക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ചില മണ്ഡലങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ അവകാശവാദം ഉന്നയിക്കുന്ന കണ്ണൂർ, ഒപ്പം തന്നെ കോന്നി ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ട് തന്നെയായിരിക്കും ആ പട്ടിക ഉണ്ടാവുക. ഏതാണെങ്കിലും അല്പസമയത്തിനകം തന്നെ ആ പട്ടിക പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിർണായകമായിട്ടുള്ള യോഗമാണ് ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചില മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ചില വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഏതാണെങ്കിലും ആ തർക്കങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപനം ഉണ്ടായേക്കും. ഒപ്പം തന്നെ തുടർ ചർച്ചകൾ, മറ്റ് ഈ പ്രശ്നമുള്ള മണ്ഡലങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള തുടർ ചർച്ചകൾ വീണ്ടും ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെക്കൻ മേഖലകളിലേക്കൊക്കെ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഈ തെക്കൻ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ വലിയ അത്തരത്തിലേക്കുള്ള വിവാദങ്ങളും ഒപ്പം തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായ മണ്ഡലങ്ങളും ഒക്കെ ആ മേഖലകളിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലേക്കുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഒരു മണ്ഡലങ്ങളിലേക്കും അവിടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ആ മേഖലകളിലേക്കൊക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇന്ദിരാഭവനിൽ യോഗം കഴിഞ്ഞ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കും. ഒപ്പം തന്നെ രണ്ടാം ഘട്ട പട്ടിക അല്പസമയത്തിനകം പുറത്തുവിടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു. വിനീത വിജയാണ് ഡൽഹി കോൺഗ്രസിന്റെ പട്ടിക നമ്മൾ കാത്തിരിക്കുമ്പോഴുള്ള ഏറ്റവും കൗതുകകരമായ കാര്യം എനിക്ക് തോന്നിയത്, ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പോലുള്ള ആളുകളുണ്ടല്ലോ, അവരൊഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് ഒരു തർക്കവും ഇല്ലാതിരുന്നത് സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിട്ടുവന്ന ആളുകളുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളിൽ മാത്രമാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് വളരെ കൗതുകകരമാണ്. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഞങ്ങളാണ് ശരിക്കും ലെഫ്റ്റ്, അത് ഞങ്ങൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ ഇറങ്ങുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു തരത്തിൽ ചിന്തിച്ചാൽ ജനങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ ലെഫ്റ്റാണ് എന്ന ബോധ്യം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് അതിലാണ് ഇപ്പൊ കൂടുതൽ ഇടതു പാർട്ടികൾ എന്ന് വേണമെങ്കിൽ ലെഫ്റ്റില് സി പി എം, സി പി ഐ കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ്, മാണി, കോൺഗ്രസ് എസ്, എൻ സി പി. അതൊന്നുമല്ല, ഇത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണത്തെ കുറിച്ചൊന്നുമല്ല. ഞാൻ ലെഫ്റ്റ് എന്ന് പറയുന്ന വിശാല കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ. ഞങ്ങളാണ് കോൺഗ്രസ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, ശരിയാണ്. അവിടെ ഇത്ര തർക്കം നടക്കും, ചർച്ച നടക്കും, ഒക്കെ നടക്കും. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തകർക്ക് ഒരു ക്ഷമയുടെ നെല്ലിപ്പലകയുണ്ട്. സി പി എം പോലെ നേതാക്കൾ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അണികളല്ല അതിന്റെ അണികൾ. ക്ഷമയുടെ നെല്ലിപ്പല കഴിഞ്ഞാൽ ഈ പ്രവർത്തകർ ആഞ്ഞിറങ്ങും, അവർ നേതാക്കൾക്കെതിരെ ആഞ്ഞടിക്കും. ഒരു സ്നേഹവും ഇല്ലാതെ, ഒരു കീഴ്വഴങ്ങലും ഇല്ലാതെ, ഒരു അടിമത്തവും ഇല്ലാതെ നേതാക്കൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്നതാണ്. അതിനോട് എത്തിക്കാതിരിക്കലാണ് കോൺഗ്രസ് നല്ലത്. ഞാൻ പറയണം. അല്ലല്ല, ഇതിനേക്കാൾ വഷളായ കാലങ്ങളുണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ലേ? അതായത് കൊണ്ടുവരച്ച മാത്രമല്ല, ഈ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇറങ്ങി പ്രചാരണം തുടങ്ങി, പോസ്റ്റർ അടിച്ച് എല്ലായിടവും ഒട്ടിച്ച് ചുവരെഴുതി സ്ഥാനാർത്ഥികൾ സ്വീകരണമേറ്റ ഏറ്റുവാങ്ങി. അത് ശിവദാസൻ നായർ, കൊണ്ടുവന്നു. പിന്നീട് മാലയത്ത് സരളാദേവി, കെ കരുണാകരൻ പിടിച്ച പിടിയെ നിൽക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളെ മാറ്റിയേ പറ്റൂ. അങ്ങനെ 3 സ്ഥാനാർത്ഥികളെ കെ കരുണാകരൻ പറഞ്ഞവരെ പിന്നീട് കൊണ്ടുവന്ന ചരിത്രമുണ്ട്. അങ്ങനെ ജയിച്ചു. അല്ല, ഞാൻ പറയാം, അങ്ങനെ കോൺഗ്രസിൽ ഇതെല്ലാം ഇങ്ങനെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് സമിതി മണിക്കൂറുകളോളം യോഗം ചേർന്ന് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സജീവമായ പ്രചാരണ പരിപാടികളൊക്കെ ആരംഭിക്കുന്നതിന്, പ്രത്യേകിച്ച് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഈ യാത്രയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അൺയൂഷ്വൽ ആയിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു.
അതായത് കോൺഗ്രസ് അണികളിലൊക്കെ തന്നെ വലിയൊരു ഐക്യബോധമുണ്ട്, നേതാക്കന്മാരൊക്കെ തന്നെ ഫാളിൻ ലൈനാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂറിനകം നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പക്ഷേ കെ സുധാകരൻ അവിടെ കണ്ണൂരിൽ വെടിവെക്കുമെന്ന് അദ്ദേഹം സ്വപ്നേവി വിചാരിച്ചിട്ടുണ്ടാകും. ഒറ്റ കാര്യം, ഒരർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വി ഡി സതീശൻ അത് പറഞ്ഞു. ഈ മുൻകാല തെരഞ്ഞെടുപ്പുകൾ സാധാരണ ഇതിൽ നമ്മൾ ഈ കെ കരുണാകരൻ, എ കെ ആന്റണി ആ ഫൈറ്റ് നടക്കുന്ന കാലത്ത് അറിയാമല്ലോ, ഒരു പട്ടികയായിട്ട് അങ്ങോട്ട് പോകും, അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ചർച്ച, വീണ്ടും ഇവിടുന്ന് വെട്ടിത്തിരുത്തുന്നു, അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഹൈക്കമാൻഡിനെ കാണുന്നു, ദിവസങ്ങൾ നീളുന്ന ചർച്ചയാണ്. അവസാനം ഒരു രാത്രിയായിരിക്കും, ഏതെങ്കിലും 10 മണിക്ക്. എന്തിന് അന്തരിച്ചു പോയി, നേരത്തെ പറഞ്ഞ പോലെ അന്തരിച്ചു പോയ അഹമ്മദ് പട്ടേൽ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ പാതിരാത്രിയിലെ ചർച്ച നടത്തും. 11 മണി, 12 മണി, 1 മണിക്ക് അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല, രാത്രിയിലുള്ള ഒരു ചർച്ചയാണ്. നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കൾ അന്ന് പാതിരാ പട്ടേൽ എന്ന് വരെ അദ്ദേഹത്തെ വിളിക്കുക. കാരണം അദ്ദേഹത്തിന് രാത്രി മാത്രം അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഇപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഏതായാലും ഒരു 2 ദിവസം കൊണ്ട് കുറച്ചുകൂടെ ഒക്കെ നേരെയായിട്ടുണ്ട്. മാത്രമല്ല ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 60 സീറ്റുകളുടെ ലിസ്റ്റ് വി ഡി സതീശൻ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ കാലം കുറയായി. ഓക്കെ, അങ്ങനെ അത്രയും ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ ബൈ ഇലക്ഷനിലൊക്കെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, തദ്ദേശത്തിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും, അപ്പൊ അത് ഒരു ന്യൂ പ്രൊഫഷണൽ രീതി, ഞങ്ങൾ അതിൽ അഗ്രഹണരാണ് പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു. ഒറ്റ കാര്യം കൂടി, എന്തുകൊണ്ടാണ് ഇതിപ്പോ വിവാദമായെന്ന് വെച്ചാൽ ഈ 2 ദിവസം പോലും നേരത്തെ ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നേടിയതിനു ശേഷം പറഞ്ഞിരുന്നു, ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. 24 മണിക്കൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂർ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ. അപ്പൊ നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.